തോമസ് സാറിന്റെ സഹായം തേടി അയാൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പ്രതാപൻ. എന്തുപറ്റി സാറേ? ഇന്നലെ രാത്രി ശരിക്കൊന്ന് പൊട്ടിച്ചു. മാർക്കോയെ അനുകരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അയാൾ മഹിയുടെ കുഞ്ഞുപോയ സന്തോഷത്തില് മദ്യപിച്ച് വീട്ടിലേക്ക് വന്നിറങ്ങിയതാ. കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. പിന്നെ പൂരെ തല്ലി ഇടിച്ചവന്റെ വാരിയിൽ ഒടിച്ചിട്ടുണ്ട്. സാർ അത് ചെയ്തത് നന്നായി. അല്ലെങ്കിൽ ഞാൻ അവനെ പഞ്ഞിക്കിട്ടാനെ. സാറേ, ഇതിപ്പോ പ്രതാപന്റെ ചതിയിന്ന് മഹാലക്ഷ്മി രക്ഷപ്പെട്ടു. പക്ഷേ എപ്പോഴും ഇതുണ്ടാവണമെന്നില്ല സാറേ. ഇന്ന് പ്രതാപനാണെങ്കിൽ നാളെ അയാളുടെ മോളോ ഉണ്ണിയോ സാറിൻ്റെ രണ്ടാനമ്മയൊക്കെ ഇത് തന്നെ ചെയ്തു എന്ന് വരാം. എനിക്കറിയാം മാർക്കോ, ഇത്തവണ ഒരു പിഴവ് പറ്റി. പക്ഷേ അതിനു മുമ്പൊക്കെ അപകടങ്ങൾ അപ്പം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെൻ്റെ ടെൻഷൻ അതൊന്നുമല്ല. തോമസ് സാർ പറഞ്ഞു കഴിഞ്ഞു, ജനിക്കുന്ന എൻ്റെ കുഞ്ഞിന് വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് എന്തെങ്കിലും വൈകല്യം കാണുമെന്ന്. അതാണെങ്കിൽ ഞാൻ മഹിയോട് പറഞ്ഞിട്ടുമില്ല. അതെന്തായിരിക്കുമെന്ന് സാറിന് പോലും പറയാൻ പറ്റില്ല. സ്കാനിങ് നടത്തിയപ്പോൾ കുഞ്ഞിന് കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അല്ല, മറുമരുന്ന് ഉള്ളിൽ ചെന്നതുകൊണ്ട് ഇനി കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണല്ലോ സാറ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോഴും മരുന്നുള്ളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അകത്തേക്ക് ചെന്ന വിഷത്തിന്റെ തീവ്രതയിൽ ചെറിയ എന്തെങ്കിലും പാളിച്ചകൾ കുഞ്ഞിന് വരുമെന്ന് സാറ് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് മാർക്കോ. എന്നാ പ്രതാപനെ അങ്ങ് കൊന്നു കളഞ്ഞുകൊണ്ടായിരുന്ന സാറേ. ഇത് എത്രാമത്തെ തവണ അവൻ്റെയൊക്കെ ശരീരം ചതയ്ക്കുന്നത്? ഒരുത്തനാണെങ്കിൽ ഇപ്പോൾ കോമ സ്റ്റേജിലാ. അല്ലെങ്കിൽ ആ മഹാഭാവി യാത്രയാക്കേണ്ടി വന്നനെ പരലോകത്തേക്ക്. ഞാനും മഹിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത് ഞങ്ങളെ വെറുക്കുന്നവർക്കൊക്കെ സന്തോഷമായതാ. എന്നിട്ടും പ്രതികാരം തീരുന്നില്ല. ആ കുഞ്ഞിനെയും കൊല്ലണം. വല്ലാത്തൊരു മാനസികാവസ്ഥ ഇവരുടേത്. ആ കുഞ്ഞിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുക സാറേ. സാറിനെയും മഹാലക്ഷ്മിയും പോലെ അനന്ത് സാർ അദ്ദേഹത്തിൻ്റെ വൈഫും ഒക്കെ ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനും ലാളിക്കാനും ഒക്കെ നോമ്പ് നോറ്റിരിക്കുക. ഞാനും ലോപ്പസൊക്കെ അങ്ങനെ തന്നെയാ. നമുക്കെല്ലാവർക്കും നിരാശ ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും വ്യക്തമായൊരു തീരുമാനം എടുത്തേ പറ്റൂ സാറേ. ഞാൻ നടന്നെന്നറിഞ്ഞപ്പോൾ ഒരുത്തം കാണിച്ച പ്രകടനമൊക്കെ മാർക്കോയും കണ്ടതാണല്ലോ. നടക്കുന്ന കണ്ണനെ, മഹാലക്ഷ്മിയെ സ്നേഹിക്കുന്ന കണ്ണനെ, അതിലുപരി അയാളുടെ കുഞ്ഞിന്റെ അച്ഛനെ അവരാരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനൊരാൾ ഈ ഭൂമിയിൽ വേണ്ടാന്നാ അവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, ഹോസ്പിറ്റലിൽ കിടക്കുന്നവന്റെ കൈയും കാലുകളൊന്നും അനങ്ങുന്നില്ലല്ലോ സാറേ. ഇതുവരെ ഇല്ലെന്നാ അമ്മായി പറഞ്ഞത്. ഡോക്ടറും അങ്ങനെ തന്നെ വിധി എഴുതിയിരിക്കുന്നത്. അടുത്തെങ്ങും അവന്റെ നാവും ശരീരവും ചലിക്കില്ല എന്ന്. അങ്ങനെ കിടക്കട്ടെ സാറേ. അതേ അവസ്ഥയിൽ കിടത്തേണ്ടതായിരുന്നു പ്രതാപനെ. സാരമില്ല, ഇപ്പോ എൻ്റെ ശരീരമൊക്കെ സെറ്റായി. ഇനി മഹാലക്ഷ്മിയുടെ മേൽ ഞങ്ങളുടെ ഒരു കണ്ണുണ്ടാവും. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരാപത്ത് വരാനും ഞങ്ങൾ സമ്മതിക്കില്ല. അവനെ തല്ലിയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? അവൻ തന്നെയാ ഈ മഹാപാപം ചെയ്തിരിക്കുന്നേ.